കേരള പിറവിയിലെ നിയമസഭാ സമ്മേളനത്തിന് ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കൊരുങ്ങുകയാണ് സർക്കാർ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനവും സാമൂഹ്യക്ഷേമ പെൻഷൻ വർധനവും ആശാവർക്കർമാരുടെ ഒണേറിയം വർധനവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള വർധനയും DA കുടിശ്ശിക വിതരണവും പരിഗണനയിലുണ്ട്. ഇതിനൊക്കെ പൈസ എവിടുന്നാണോ എന്ന്. ഇതിനിടെ നിയമസഭാ സമ്മേളനം അറിയിച്ചില്ലെന്ന് കാട്ടി പ്രതിപക്ഷം സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ട്. ആർ ഋഷിപാൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഒരു നിയമസഭ കൂടി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ, പ്രത്യേകിച്ച് അതിദാരിദ്ര്യ വിമുക്തമായിട്ട് കേരളത്തിലേക്ക് മാറാൻ പോവുകയാണ്. അത് ഏറെക്കാലമായിട്ടുള്ള പദ്ധതിയാണ് കേട്ടോ. അത് ശരിക്കും പ്രഖ്യാപിക്കേണ്ടതുമാണ്. അത് നവംബർ 1 നേരത്തെ തീരുമാനിച്ചിരുന്നതുമാണ്. അതിനോടൊപ്പം മറ്റ് ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെ ഒരു പാക്കേജ് കൂടി വരാൻ പോകുന്നു. പ്രതിപക്ഷത്തിന് രാഷ്ട്രീയമായ അല്പം ആശങ്കയുണ്ടാവും. എന്താണ് പ്രതിപക്ഷത്തിന്റെ പരാതി? അരുൺകുമാർ, നവംബർ 1 നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ അവിടെ മുഖ്യമന്ത്രി നടത്തുന്ന പ്രഖ്യാപനങ്ങൾ എന്താണെന്ന ആശങ്ക പ്രതിപക്ഷത്തിനുണ്ട്. അതിനിടയിൽ പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട പരാതി, ഇങ്ങനെ ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കുമ്പോൾ അത് പ്രതിപക്ഷവുമായി ആലോചിക്കേണ്ടതായിരുന്നു. പൊതു അവധി ദിവസം വിളിക്കുന്ന ഈ നിയമസഭാ സമ്മേളനത്തിന് മുൻകൂട്ടി അനുമതി വാങ്ങിക്കണം. ഒപ്പം അതിൻ്റെ അജണ്ട എന്താണെന്ന് പ്രതിപക്ഷത്തെ അറിയിക്കണം. ഇതൊന്നും ചെയ്തിട്ടില്ല. പ്രതിപക്ഷവുമായി ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല എന്ന പരാതിയാണ്. ഇത് ചൂണ്ടിക്കാണിച്ചാണ് സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയത്. അതേസമയം തന്നെ ഈ നിയമസഭാ സമ്മേളനത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉറപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് നവംബർ ആദ്യവാരം അല്ലെങ്കിൽ 2ാം വാരത്തിനിടയിൽ പ്രഖ്യാപിക്കും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സർക്കാർ അങ്ങനെ ഒരു നീക്കം നടത്തുന്നു എന്ന ആശങ്ക ഇപ്പോഴും പ്രതിപക്ഷത്തിനുണ്ട്. പ്രത്യേകിച്ച് ഈ പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമൊക്കെ പ്രഖ്യാപിച്ചാൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രതിപക്ഷത്തെ തിരിച്ചടി ഉണ്ടാക്കുമെന്ന ആശങ്കയാണ് പ്രതിപക്ഷത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എതിർപ്പ് ഇപ്പോൾ ഉയർത്തുന്നത്. ഏതായാലും കത്തിൽ സ്പീക്കർ എടുക്കുന്ന തീരുമാനം എന്താണെന്ന് വ്യക്തമല്ല. ഏതായാലും മന്ത്രിസഭ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാനുള്ള തീരുമാനമെടുത്ത് ഗവർണർക്ക് കത്ത് അയച്ചു കഴിഞ്ഞു. ഇനി അജണ്ട എന്താണെന്ന് വരും ദിവസങ്ങളിൽ പുറത്തുവരും. പ്രഖ്യാപനങ്ങൾ എന്താണെന്നത് അതൊരു സസ്പെൻസ് ആണ്. അത് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കേരളപ്പിറവി ദിനത്തിനായി മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഏറ്റവും പ്രധാനമായിരിക്കും. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എന്താണെന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കാത്തിരിക്കുന്നുണ്ട്. ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവർ കാത്തിരിക്കുന്നു. ആശാ വർക്കർമാർ കാത്തിരിക്കുന്നുണ്ട്. എന്തായിരിക്കും സർക്കാർ പ്രഖ്യാപിക്കുന്നത്? ഓക്കെ, സന്തോഷം. വരുന്നത് നല്ല കാലമാണെങ്കിൽ എതിർക്കുന്നത് എന്തിന്? പക്ഷേ അതൊരു തെരഞ്ഞെടുപ്പ് ജിമുക്ക് മാത്രമായി പോകരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സംസ്ഥാനം അതിദാരിദ്ര്യ വിമുക്തമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അഭിമാനിക്കാൻ ഏറെയുണ്ട്.